പണ്ട് മാർക്കറ്റുകളിൽ ഈ ശബ്ദം സുപരിചിതമായിരുന്നു. വ്യവസായത്തിന്റെ കടന്നുകയറ്റവും വാഹനങ്ങളുടെ അനിയന്ത്രിതമായ വർധനവും ഭക്ഷണവസ്തുക്കളിലെ മായവും അങ്ങനെ പ്രകൃതിക്ക് വിരുദ്ധമായ മാനുഷിക ഇടപെടലുകൾ മൂലം അങ്ങാടിക്കുരുവികൾ എന്ന ചെറുജീവികൾ വംശനാശ ഭീഷണിയിലാണ്. പാസർ ഡൊമസ്റ്റിക്കസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന അങ്ങാടിക്കുരുവികൾ ഒരു കാലത്ത് റെയിൽവേ സ്റ്റേഷനുകൾ, ഗോഡൌണുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ യഥേഷ്ടം വിഹരിച്ചിരുന്നു. മനുഷ്യരുമായി അടുത്ത് ജീവിച്ചിരുന്ന ഈ പക്ഷിയുടെ വംശനാശത്തിനെതിരെ ബോധവൽക്കരണത്തിനാണ് മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളും വാഹനങ്ങളുടെ ശബ്ദ കോലാഹലങ്ങളും അങ്ങാടിക്കുരുവികളുടെ വംശനാശത്തിന് പ്രധാന പങ്ക് വഹിച്ചതായി പഠനങ്ങൾ തെളിയിക്കുന്നു. 2 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി ചന്തയിൽ ഇവയുടെ വംശവർദ്ധനവിനായി മൺകലങ്ങൾ കൊണ്ട് കൂടുകൾ നിർമ്മിച്ച് സ്ഥാപിക്കുകയും കുരുവികൾ ആ കൂടുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2012 ആയതോടെ കുരുവികളുടെ എണ്ണത്തിൽ നിരാശാജനകമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും നഗരത്തിന്റെ ചില പ്രദേശങ്ങളിൽ വിരലിലെണ്ണാൻ കഴിയുന്ന വിധത്തിൽ ഇവയെ കാണുന്നുണ്ട് എന്നത് തെല്ലൊരു ആശ്വാസമേകുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങാടിക്കുരുവികൾ ചങ്ങനാശ്ശേരി ചന്തയെ പൂർണ്ണമായും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവ വീണ്ടും ഈ ചന്തയെ പുനരുജ്ജീവിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്യാമറമാൻ ശ്യാം മോഹനൊപ്പം വിഷ്ണു അമ്പാടി.